ഹായ് വ്യൂസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. ഞാൻ ദിലീപാണ്. ഇതൊക്കെ കേട്ട് എനിക്ക് ആകെ വെപ്രാളായി പോയി. ദൈവമേ, ദ്വീപുകളാണ്, കുറേ ഐലൻഡ്സ് ആണ്. സ്റ്റാമ്പും കാര്യങ്ങളും പേപ്പറും CDCയും. അപ്പൊ ഞങ്ങളെ കുറെ പേര് ഇന്നത്തത് അടുത്ത നെക്സ്റ്റ് പാർട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് പാർട്ട്, എൻ്റെ സ്റ്റോറിനെ കുറിച്ച് ഫസ്റ്റ് പാർട്ട് കാണാത്തവര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ലിങ്ക് ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫസ്റ്റ് പാർട്ട്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഞാൻ മുംബൈ വരെ എത്തിയ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി അടുത്തത് നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എന്തായാലും കാണുക. ഓക്കെ, അപ്പോൾ മാത്രമേ ഈ സ്റ്റോറി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ നിങ്ങളും ഇതുപോലെ ട്രാപ്പിൽ പെടാതെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇതൊക്കെ, കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫൈനലി ഐ റീച്ച്ഡ് ഇൻ മുംബൈ സിറ്റി. അതായത് ഞാൻ മുംബൈ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പ്രതീക്ഷകളുമായിട്ട് ഞാൻ മുംബൈ സിറ്റിയിൽ എത്തിയിട്ട് ഞാൻ ഇങ്ങേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അതുപോലെ തന്നെ ഹോട്ടലിൽ ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. മീൻസ് ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ 3 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ ഞാൻ കയറി. അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ അപ്പം തന്നെ അവർ മൂപ്പർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏജൻറ്റ്. എവിടെയാണ് നിങ്ങളുള്ളതെന്ന്. ഞാൻ പറഞ്ഞു ഞാനിവിടെ 2nd ഫ്ലോറിലുണ്ട്, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ നോക്കുമ്പോൾ മൂപ്പറെ കൂടെ വേറൊരു പയ്യനും, ഇതുപോലത്തെ എന്നെ പോലെയുള്ള ഒരു അപ്രന്റീസ് എന്ന് പറയാം. ഇവനും ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ പിള്ളേരെ പറ്റിച്ചിട്ട് അവൻ്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. സോ അവരും വന്നു. അപ്പം ഞാൻ ഒരു ന്യൂഡിൽസ് ഓർഡർ ചെയ്ത് ഞാൻ ഇങ്ങനെ കഴിച്ചു. ഞാൻ ഒറ്റക്കാണ് ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തു. നോക്കുമ്പോൾ ഒരു പീക്കിരി ചെക്കൻ, അതായത് ചെറിയൊരു പയ്യൻ. അപ്പോൾ അവൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി വലിയ വ്യക്തിയാണ്, അവൻ 2nd എഞ്ചിനീയർ ഒക്കെ എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഞാനും കരുതി 2nd എഞ്ചിനീയർ ആണല്ലോ, അപ്പോൾ നല്ല ഏജ് ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ? ഞാനാണ് നന്ദി നാരായണൻ ഞാനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ നിങ്ങളാണോ, ശരി. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു, അല്ല നിങ്ങൾ ഇത്രയും നാടെന്നെ ചുറ്റിച്ചു, ഇന്ത്യ മൊത്തം എന്നെ കറക്കിച്ചു, എന്നിട്ട് നിങ്ങൾ പറയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെയും ഷിപ്പില്ല, കൊൽക്കത്തയിലും ഷിപ്പില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നാട്ടിൽ പോയാൽ മതിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ കറങ്ങിയതിൻ്റെ എല്ലാം ചിലവോ? അല്ല, ഞാൻ വലിയ മറ്റുള്ള ഏജൻസീനെ പോലെ വലിയ പൈസ ഒന്നും അല്ലല്ലോ, 4-5 ലക്ഷം അല്ലല്ലോ ഞാൻ ചോദിച്ചത് 1,4 ലക്ഷം റുപ്യല്ലേ. അപ്പോൾ 1,4 ലക്ഷം റുപ്യയിലേക്ക് എനിക്ക് ഇത്രയും ആകാൻ പറ്റൂ, നിങ്ങൾ എക്സ്പെൻസീവും കൂടി എനിക്ക് നോക്കാൻ പറ്റുമോ എന്ന് അയാളൊരു ഡയലോഗ്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി എനിക്ക് മുംബൈയിൽ മതി, ഇനി ഞാൻ നിങ്ങളെ കൂടെ തന്നെ നിൽക്കുക, നിങ്ങളെ കൂടെ നിന്നിട്ട് നിങ്ങൾ എനിക്ക് ജോലിയാക്കി തന്നിട്ടേ ഞാൻ പോകുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ റിട്ടേൺ അടിച്ചേ. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പൈസ റിട്ടേൺ ഒന്നും കൊടുക്കാൻ കഴിയില്ല, കാരണം പൈസ ക്യാപ്റ്റന് ഞാൻ കൊടുത്തു, ഇനി ക്യാപ്റ്റനാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ക്യാപ്റ്റനോ? ഏത് ക്യാപ്റ്റൻ? അല്ല, ഇതിനെല്ലാം ഒരു ക്യാപ്റ്റനാണ് മെയിന്, അപ്പൊ അങ്ങേരാണ് എല്ലാം നോക്കി നടത്തുന്നത് പറഞ്ഞു. ഞാൻ ശരി ആയിക്കോട്ടെ, എന്നാൽ എനിക്ക് അവരെ കാണണം, അവരെ കണ്ട് എനിക്ക് സംസാരിക്കണം. അപ്പോൾ അവർ ഹിന്ദിയാണ്, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ സംസാരിക്കാം, എനിക്ക് അറിയുന്ന ഭാഷയിൽ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ എന്നെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ കൂട്ടിയിട്ട് പോകുമ്പോൾ അന്നേരം ഒരു 10,000 റുപ്യ ഉണ്ടാവുക കയ്യിൽ. ഞാൻ വെച്ചാൽ എന്തേ? അല്ല, ഒരു ചെറിയ ചിലവിനേനു, അപ്പോൾ റൂമിനൊക്കെ നിൽക്കണമെങ്കിൽ കുറച്ച് എമൗണ്ട് ആവും, അപ്പോൾ അവർ പൈസ നോക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ഏട്ടാ, ഇത്രപ്പാട് പൈസ ഒന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ എനിക്ക് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനല്ല വന്നത്, ഞാൻ കപ്പലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ എനിക്ക് കറക്റ്റായിട്ടുള്ള വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം, എനിക്കിവിടെ നിൽക്കുകയോ വേണ്ടു, എനിക്കൊരു ജസ്റ്റ് 2 ദിവസം നിൽക്കുകയോ വേണ്ടുവെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞു, ആ 2 ദിവസത്തെ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയൊക്കെ കയറ്റിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, ഫുള്ള് മാർക്കറ്റും സ്ഥലവും, ഏരിയ കൂടിയാണ് പോകുന്നത്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ വിരാർ റോഡിലാണ്. അപ്പോൾ ഇങ്ങനെ പോയി കണക്ക് തിരിഞ്ഞ് അങ്ങനെ പോകുന്നു ഓട്ടോറിക്ഷ. എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ ഈ സിറ്റിയിൽ തന്നെ ഇരുന്ന് കറങ്ങുകയാണോ എന്നൊരു ഡൗട്ടായി. പിന്നെ അങ്ങനെ അവിടെ ഒരു സ്ഥലത്തെത്തിയുമ്പോൾ അടിപൊളി നല്ല സ്ഥലമൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരു ഫ്ലാറ്റ് പോലെ കുറേ വീടുകൾ ഫ്ലാറ്റ് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറ്റിയിട്ട് ഒരു ഡോറ് തുറന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു ചെറിയൊരു റൂം. ആ റൂമിൽ നിറച്ചും കുട്ടികൾ, ഏകദേശം 20-30 പിള്ളേരുണ്ടാവും. എല്ലാവരും ഇങ്ങനെ താഴെ ഇങ്ങനെ സൈഡിലായിട്ട് തുണി വിരിച്ചിട്ടും പായ വിരിച്ചിട്ടും
പിന്നെ നമ്മളെ കാർബോർഡ് പെട്ടി ഉണ്ടാവില്ലേ, അത് വിരിച്ചിട്ട് ഇങ്ങനെ കടന്നിട്ടാ ഉള്ളത്. ഞാനിത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ ആരാ ശരിക്കും? ഇവരൊക്കെ നമ്മളെ കാൻഡിഡേറ്റ്സ് ആണ്. ഞാനിങ്ങനെ ഷിപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ അതിൻ്റെ അകത്ത് വേറൊരു റൂം. ആ റൂമിൽ പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു 3 പേര് വേറെ കിടക്കുന്നു. ഞാൻ വെച്ചാൽ ഇവരാരാ? ഇവര് ഏജൻസിന്റെ ആളാന്ന് നമ്മളെ പിള്ളേർ തന്നെയാണെന്ന്. ഞാൻ പറഞ്ഞു ഏജൻസിന്റെ ആൾക്കാരാ? അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കാകെ ടെൻഷനായി. പിന്നെ ഞാൻ ആകെ മുഷിഞ്ഞ് ഇതായിട്ടാ ഉള്ളത്. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം വേണമായിരുന്നു. വെള്ളം കുടിച്ചു. എന്നിട്ട് അതിനുശേഷം കുറച്ചൊന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടി ബാത്റൂമിൽ പോയിട്ട് ഫ്രഷപ്പായി എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ മുംബൈയിലത്തെ വെള്ളം വളരെ ദയനീയ അവസ്ഥയാണ്. മുംബൈയിലെ വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ ഒരു സോപ്പെല്ലാം തടയി കഴിഞ്ഞാൽ നൊരയും വരില്ല, പതയും വരില്ല, ആ ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ അവിടെ ഫുള്ള് ബ്ലീച്ച് ചേർക്കുന്ന വെള്ളത്തിന് തന്നെ വേറൊരു ടേസ്റ്റാണ്. എന്നിട്ട് എങ്ങനെയല്ലോ കുളിച്ചതിന് ശേഷം ഞാൻ പുറത്തു വന്നു. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തു പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറെ ആൾക്കാർ അവിടെ ചെറിയ കിച്ചൺ എന്ന് പറയാൻ കഴിയില്ല, ഒരു ബോർഡ് പോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഗ്യാസും അടുപ്പ് സാധനങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പേര് മാഗി ഉണ്ടായി കഴിക്കുന്നു, കുറച്ച് പേര് ഉപ്പുമാവ് ഉണ്ടായി കഴിക്കുന്നു. ഒരുമാതിരി എന്താ പറയുക, ബംഗാളി പണിക്കാർ അവസ്ഥയായി എൻ്റെ. എന്നിട്ട് ഞാൻ ഓക്കെ ശരി, എന്നാലും എനിക്ക് ഇവരുമായിട്ട് മെയിൻ ആയിട്ടുള്ള ആളെ സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. എന്നാൽ കൂട്ടിയിട്ട് പോവാന്ന്. നേരെ അയാൾ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഒരു ഓഫീസ്, ഒരു PDM ഒരു പോലത്തെ ഓഫീസ് എൻട്രി ചെയ്തു. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു 2-3 പെൺകുട്ടികൾ ഇങ്ങനെ ഇരുന്നിനി ഓഫീസ് സ്റ്റാഫായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയപ്പോൾ 2-3 ആൾക്കാർ വരുന്നു പോകുന്നു. മറ്റേ ഒരുമാതിരി ഞാനിപ്പോൾ SIനെ കാണുന്ന പോലെ അവസ്ഥ. ഒരു റൂമിൽ നിന്നിട്ട് ആൾക്കാർ ഡോർ തുറന്നു അകത്ത് പോകുന്നു ഓഫീസിൻ്റെ ഉള്ളിൽ. അതായത് ആ ക്യാപ്റ്റനെ കാണാൻ പറ്റിയിട്ട് വരുന്നു പോകുന്നു. ഞാനപ്പോൾ ഡോറൊക്കെ തുറക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അകത്ത് വലിയൊരു ഇതിൻ്റെ അകത്ത് സെറ്റപ്പായിട്ട് ഒരാൾ ഇരുന്നിനി. ഞാൻ പറഞ്ഞു ഇതാണോ അങ്ങേര് ഏജന്റ്? അയ്യോ ഇങ്ങനെ ഏജന്റില്ല ശരിക്കും, ഇയാൾ ക്യാപ്റ്റനാണ്. ഞാൻ പറഞ്ഞു അതെ ക്യാപ്റ്റനാണോ, ഓക്കെ ശരി. ഞാൻ എന്നിട്ട് അകത്ത് കയറി. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാപ്റ്റനെ കണ്ണുകൊണ്ട് കാണുന്നത്. ക്യാപ്റ്റൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അക്കാഡമിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരു ക്യാപ്റ്റനെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോ ക്യാപ്റ്റനെ കണ്ടപ്പോ ഹായ് ദിലീപ്, ഹൗ ആർ യു ആൻഡ് വേർ ആർ യു ഫ്രം ആൻഡ് ഹൗ ഇസ് യുവർ ട്രാവൽസ് എന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒക്കെ അടിപൊളി തന്നെ, എല്ലാം സൂപ്പർ തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് അങ്ങനെ കാര്യത്തിലേക്ക് വന്ന് എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ജോയിൻ ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക സ്റ്റേറ്റ് മൊത്തം കറങ്ങലായി. നിങ്ങൾ ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല. ഞാൻ എന്നിട്ട് ഈ സ്ഥലത്ത് ഗ്രേറ്റ് ഈസ്റ്റിന്റെ ഓഫീസിൽ പോയപ്പോൾ അവരിങ്ങനെയാ പറഞ്ഞത്, ഇതൊന്നും എഗ്രിമെന്റ് അല്ല അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ബാക്കിൽ ഈ ഏജന്റ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടക്കിടക്ക് എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ അവനെ നോക്കുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട്, എന്താ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ നോക്കുന്നു. അപ്പൊ ഇവൻ ബാക്കിൽ നിന്ന് എന്തെല്ലോ കോപ്രായം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാപ്റ്റൻ ഇരുന്ന ബാക്കിൽ ഒരു ചെറിയൊരു മിറർ പോലെയുണ്ട്. മിറർ മീൻസ് നോർമൽ ഗ്ലാസ്. അപ്പൊ ഇവന്റെ അത് ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ ഇതിലേക്ക് കൂടി കാണുന്നുണ്ട്. ഇവൻ എന്തൊക്കെയാന്ന് കാണിക്കുന്നത്, എന്തൊക്കെയോ ഇങ്ങനെ ആക്കുന്നുണ്ട്. പറയല്ല വേണ്ടെന്നല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്തൊക്കെയോ തരികിട പരിപാടിയാണെന്ന്. എന്നിട്ട് ഞാൻ എന്താക്കി, ശരി ഞാനതൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വിത്തിൻ 2 വീക്സിൽ ഞാൻ നിന്നെ ഷിപ്പിൽ കയറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാ കേട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ആ ലൊക്കേഷനൊക്കെ നോട്ട് ചെയ്ത് വെച്ച്. ലൊക്കേഷനൊക്കെ ഇതാണ് ഇയാളെ ഓഫീസ് എന്നൊക്കെ ലൊക്കേഷനിൽ നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ പോയി നേരെ റൂമിലേക്ക് എന്നെ കൊണ്ടാക്കി. ഞാൻ അപ്പം ആ വഴിയൊക്കെ മനസ്സിലാക്കി റൂമിൽ കൊണ്ടാക്കിയിട്ട് ഇങ്ങേരും പോയി. അതേപോലെ തന്നെ ആ റൂമിലുള്ള ബാക്കി 3 ഏജന്റും കൂടി പോയി. അപ്പോ ആ 3 ഏജന്റ്, അതായത് ഇവനും ചേർത്ത് 4 ഏജന്റ്. ഞാൻ ചോദിച്ചു. അപ്പൊ ഓരോരുത്തർ നോക്കുമ്പോൾ ഓരോരുത്തർ ഓരോ ഭാഷ. ഒരുത്തൻ സൗത്ത് ഇന്ത്യനിൽ 2 ആൾക്കാരുണ്ട്. അതായത് തമിഴ്നാട് കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ, അവനാണ് ഞാൻ പറഞ്ഞ ഈ നന്ദി നാരായണൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി. അത് കഴിഞ്ഞ് വേറൊരുത്തൻ എന്ന് പറഞ്ഞാല് ബാംഗ്ലൂരുകാരനാണ്. അവന് കന്നഡ, തെലുങ്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ വരുന്നത് ഒരുത്തൻ വെച്ചാൽ ബംഗാളിയാണ്. അവന് ബംഗാളി ലാംഗ്വേജും മറ്റുള്ള കുറച്ച് ഹിന്ദിയും അറിയാം. പിന്നെ വരുന്നത് ഒരു മുംബൈക്കാരനും. അവൻ മറാഠിയും ഹിന്ദിയും സംസാരിക്കും. അപ്പൊ ഇവരൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇന്ത്യയിലുള്ള പല സ്ഥലത്തുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികളെ ലോക്കൽ ലാംഗ്വേജുമായിട്ട് സംസാരിച്ചിട്ട് ഇവരെ ഇതിലേക്ക് ട്രാപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യമൊക്കെ വലിയ വലിയ കമ്പനീസ് പറയും,
പിന്നെ നമ്മളെ കൊണ്ട് ഉരുട്ടിക്കും. ഓരോ മാസമായിട്ട് ഉരുട്ടിച്ച് അവസാനം നമ്മൾ അങ്ങനെ കഷ്ടച്ചിലാകുമ്പോൾ നമ്മളെന്താവും അന്നേരം പറയും, എന്നെ എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഏതെങ്കിലും ഒരു കപ്പലിൽ കയറിയാൽ മതി. ആദ്യം നമ്മൾ ഭയങ്കരമായിട്ട് പറയും, എനിക്ക് ITF കമ്പനി തന്നെ വേണം, എനിക്ക് ടാങ്കർ തന്നെ വേണം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഒരു 6-7 മാസം നമ്മളെ കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ തന്നെ വന്നിട്ട് അവരോടൊക്കെ ചോദിക്കുന്നു. അവർക്കറിയാം, കാരണം ഇതിലുള്ള എക്സ്പേർട്ടുകളാണ് ഇവർ. അപ്പോൾ നോക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാവരും ഞാൻ പരിചയപ്പെടാനായി. അപ്പോൾ പരിചയപ്പെടുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കയറ്റി വിടുമെന്നെല്ലാം പറയുമ്പോൾ ഈ ഏജൻസിയിൽ ഒരാൾ ആടെ ഉണ്ടായിരുന്നു. മറ്റുള്ള 3 ആൾക്കാർ പോയപ്പോൾ ഇവർ മാത്രം ഫ്രഷപ്പ് ആയിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അവരെ ഒന്നും മിണ്ടുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ വിചാരിച്ചു എന്താ പറ്റിയേ. അപ്പോൾ ഇടക്കണ്ണിട്ടിട്ട് ഇയാളെ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇയാൾ ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങളൊന്നും പറയാത്തത്. എന്നിട്ട് ശരി, ഇയാൾ പോകുന്നവരെ ഞാൻ കാത്തു നിന്നു. എന്നിട്ട് ഞാനും അവരുണ്ടാക്കിയ ഒരു നൂഡിൽസ് അത് കുറച്ചെടുത്ത് കഴിച്ചു. എന്നിട്ട് അവരെല്ലാം പോയതിനു ശേഷം ഈ ഏജൻസികൾ ഈ 4 പേരും പോയതിനു ശേഷം ഞാൻ ചോദിച്ചു എന്താണ് സംഭവം. അപ്പോഴാണ് ഞാൻ കേൾക്കുന്ന കഥ. ഇതിൽ കുറേ പേര് BSCയും BTech മറൈൻ എഞ്ചിനീയറിങ്ങും ഇതൊക്കെ കഴിഞ്ഞവരാണ്. BSc കഴിഞ്ഞവനെ OS ആയിട്ട് കപ്പലിൽ കയറ്റി വിട്ടു. BTech കഴിഞ്ഞവനെ വൈപ്പറായിട്ട് കയറ്റി വിട്ടു. പിന്നെ ഒരു റൈഡിങ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അതായത് കപ്പലിൽ നമ്മൾ ക്രൂ അല്ലാതെ കപ്പലിന് ടെക്നിക്കലായിട്ട് പണി വരുമ്പോൾ, പഴയ ഷിപ്പാകുമ്പോൾ ആ പണി എടുക്കാൻ മാത്രമായിട്ട് പുറത്തുനിന്ന് കുറച്ച് ടീമിനെ കൊണ്ടുവരും. നമ്മളെ വീട്ടുപണിക്കെല്ലാം കൊണ്ടുവരുന്ന പോലെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ പണിയൊക്കെ അവരെ കൊണ്ട് എടുപ്പിക്കുക. അവരെന്ന് പറഞ്ഞാൽ റൈഡിങ് സ്ക്വാഡ് എന്ന് പറയും. ഇവരെ ഷിപ്പിലുള്ള ക്രൂ അല്ല, അവർ പുറമേ ഉള്ള ക്രൂ ആണ്. അപ്പൊ അവർക്ക് വേറെ തന്നെ ഒരു റൂം, ആ റൂമിൽ മറ്റേ സൂയിസ് കനാൽ റൂം എന്നെല്ലാം പറയും. ആ റൂം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്ത് ഒരു 10-15 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ബെഡൊക്കെ ഉള്ള റൂമാണ്. ആ റൂമിൽ താമസിക്കുക, ഫുഡൊക്കെ കപ്പലിൽ നിന്ന് തന്നെ തരും. ഇതും കഴിച്ചിട്ട് നമ്മൾ അവിടെ പണിയെടുക്കണം. പണിയെടുത്ത് കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു 10,000 പേരും. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്റ്റാമ്പും കാര്യം എന്നുള്ള റൈഡിങ് സ്ക്വാഡ് എന്നുള്ള ഒരു റാങ്കാണ് നമുക്ക് കിട്ടും അതിൻ്റെ അകത്ത്. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഓക്കെ. പിന്നെ ഞാൻ വേറൊന്ന് നോക്കിയപ്പോൾ ഒരു TME പയ്യനൊക്കെ കയറ്റിവിട്ടത് മലേഷ്യയും ഇറാനിലൊക്കെ ഉള്ള സ്ഥലത്തിൽ, അതായത് കയറ്റിവിട്ടത് ഇവർ ഷിപ്പ് എന്ന് പറഞ്ഞ് കയറ്റിവിട്ടു. അവിടെ എത്തി നോക്കുമ്പോൾ ബോട്ട്, മീൻ പിടിക്കുന്ന ബോട്ടിലാണ് കയറിപ്പോയത്. അന്നേരം ഇവൻ CDC ഇതൊക്കെ കാണിച്ചപ്പോൾ അവർ പറയുന്നത്, ഇതെന്തിനാ വേണേ CDC, ഇതൊന്നും ആവശ്യമില്ല, വന്ന് പോരി എന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ കയറ്റി ഇവരെ മീൻ പിടിക്കലായി. അങ്ങനെ 9 മാസത്തോളം മീനും പിടിച്ച് ആ ചെക്കൻ അതുപോലെ നടന്നു. എന്ന് ഇവര് നാട്ടിൽ വന്നപ്പോൾ ഈ സ്റ്റാമ്പൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഒരു ബൾക്ക് എയറിൽ അടിച്ചതെന്ന് പറഞ്ഞിട്ട് സ്റ്റാമ്പൊക്കെ അടിച്ചിട്ട് DG പ്രൊഫൈലിലൊക്കെ അപ്ഡേറ്റ് ചെയ്തു. അന്നേരം ഈ DG പ്രൊഫൈലൊന്നും അത്ര സ്ട്രോങ് അല്ല. ഈ സ്റ്റാമ്പൊക്കെ വെറുതെ ഫേക്ക് സ്റ്റാമ്പൊക്കെ അടിച്ചിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളവും കൊടുത്തിട്ടില്ല. ഈ 9 മാസം പണിയെടുത്തിട്ട് ശമ്പളവും കൊടുക്കാതെ ഈ കുട്ടി ഇതുപോലെ മീൻ പിടിക്കൽ ഇതെല്ലാം ഏകദേശം മെലിഞ്ഞ് കൊള്ളിയായി അങ്ങനെയൊക്കെ വന്നത്. പിന്നെ ദുബായിൽ പോകുന്ന മലേഷ്യയിലും പോകുന്ന സപ്ലൈ വെസല്, അതായത് ഈ മലേഷ്യ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മലാക്ക സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ദ്വീപുകളാണ്, കുറേ ഐലൻഡ്സ് ആണ്. അപ്പോൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് കൊക്കക്കോള, കൂൾ ഡ്രിങ്ക്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ഒരു മരത്തിന്റെ ഒരു തടിയുള്ള ബോട്ട്, അതിലേക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കുക. സിഗരറ്റ് കാർട്ടൂൺസ് എത്തിക്കുക, പിന്നെ വെള്ളത്തിന്റെ കുപ്പി എത്തിക്കുക. ഇതുപോലത്തെ ഒരു ചെറിയ സപ്ലൈ ബോട്ടുകൾ, അതായത് ഒരു 20 ടണ്ണ് ഭാരം പോലും ഉണ്ടാവില്ല, അത്രയ്ക്കും ചെറിയ ബോട്ടുകൾ, ഒരു ലോറിന്റെ അത്ര സൈസുള്ള ഈ ബോട്ടിലൊക്കെയാണ് ഇവരെ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് എനിക്ക് ആകെ വെപ്രാളായിപ്പോയി. ദൈവമേ, ഞാൻ പെട്ടോ, എൻ്റെ പൈസ പോയോ? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, നിങ്ങൾ പൈസ പോയാലും പ്രശ്നമില്ല, ഇവിടെ തന്നെ പോട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവര് കയറ്റി വിടുന്ന ഇങ്ങനത്തെ ട്രാപ്പിലാണ് നിങ്ങൾ പോയി പെടുക. അതേപോലെ തന്നെ ഞങ്ങളുടെ DG പ്രൊഫൈലൊന്നും അപ്ഡേറ്റഡ് അല്ല. പിന്നെ അതേപോലെ തന്നെ സ്റ്റാമ്പൊക്കെ ഇങ്ങേരെന്നെ അടിച്ചു തന്നതാണ്. ആ കാണുന്ന അൽമാറയില്ലേ, അതിൽ നിറച്ചും സ്റ്റാമ്പും കാര്യങ്ങളും പേപ്പറും CDCയും. അപ്പൊ ഞങ്ങളെ കുറെ പേരെ CDC ഒക്കെ വെച്ചിട്ട് പൂട്ടിയിരിക്കുകയാണ്. നമുക്കത് എടുത്തിട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ CDCയും പാസ്പോർട്ടും ഇവർക്ക് സബ്മിറ്റ് ചെയ്യരുത്, ഇവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. എന്നിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അന്വേഷിച്ചിട്ട് വന്നതിന് ശേഷം ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു, അല്ല ഇതിങ്ങനെ പോയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? BSc പഠിച്ചിട്ട് OS ആയിട്ട് പോവുക, OS ആയിട്ട് സ്റ്റാമ്പ് വരെ അടിച്ചു അതിൻ്റെ അകത്ത്. എന്നിട്ട് വേറൊരു ഷിപ്പിലേക്ക് പോകാൻ നോക്കുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പറയാണ്, നീ BSc എടുത്തോ, എന്ത് കോപ്പ് എടുത്തോ, ഒരു പ്രശ്നവുമില്ല, നിന്റെ സ്റ്റാമ്പ് OS ആണ്, അപ്പൊ നീ OS ആയിട്ട് നിനക്ക് കയറാൻ പറ്റുള്ളൂ എന്ന്. അവസാനം അവര് വിളിച്ചലായി, ഭയങ്കര പ്രശ്നമായി. ഞാൻ പറഞ്ഞു, എന്റെ ഭഗവാനെ, ഞാനിതുപോലെ പെട്ടുപോവോ?
എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി, എന്നിട്ട് ഞാൻ ഇവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നോക്ക്, ഇങ്ങനെയാണ്, എന്നെ ഇത്രയും രാജ്യം, അതായത് ഇത്രയും നാട് എന്നെ ചുറ്റിച്ചു, സ്റ്റേറ്റ് ആയിട്ട് എന്നെ കൊണ്ടുവന്നു, എൻ്റെ പൈസയും ഇവൻ്റെ അടുക്കയാണ് ഉള്ളത്, ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഇവന് കൊടുത്തിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ കൊണ്ട് ഓലിക്കാണ്, ഇത് മൊത്തം ഞാൻ കറങ്ങി, ഞാനിട്ട് ഭ്രാന്തായി, എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ, അമ്മേൻ്റെ താലിമാല വരെ ഞാൻ പണയം വെച്ചിട്ടാണ് ആ പൈസയാണ് ഞാൻ ഇവന് കൊടുത്തിരിക്കുന്നത് എന്നാ പറഞ്ഞു. അങ്ങനെ അവരുടെയൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ ഞാനൊരു ടീമാക്കി മാറ്റി. അപ്പോൾ ഒരാഴ്ചയോളം ഞാൻ അവിടെ നിന്നു. ഒരാഴ്ചയോളം നിന്ന സമയത്ത് അവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ സീമാൻ ഹോസ്റ്റലുണ്ട് മുംബൈയിൽ, CSTയിൽ കുറേ സ്ഥലമുണ്ട്, പിന്നെ അതേപോലെ തന്നെ അന്തേരി ഇപ്പോൾ അവിടെ കുറേ കമ്പനീസ് ഉണ്ട്, ഇവിടെയൊക്കെ റെസ്യൂമും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആയിട്ടൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, റെസ്യൂമൊക്കെ നല്ല കുട്ടപ്പിയായിട്ടുള്ളൊരു നല്ല റെസ്യൂമൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് രാവിലെ ഇറങ്ങിയിട്ട് പോകുമ്പോഴൊക്കെ നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് ഷേവാക്കി നല്ല കുട്ടപ്പനായിട്ടാണ് പോവാം. ഒന്ന് ട്രെയിനിൽ കയറുമ്പോഴേക്കും തിക്കി തിരക്കി. ഞാൻ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ, അതായത് എനിക്ക് അടുത്ത സ്റ്റേഷൻ അന്തേരി ഇറങ്ങണമെങ്കിൽ എനിക്ക് മുൻകൂട്ടി 2 സ്റ്റേഷൻ മുന്നേ വന്നിട്ട് ആ ഗേറ്റിൻ്റെ അടുക്ക വന്ന് നിൽക്കണം, എന്നാലും മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ. അത് ഞാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല, അവരങ്ങനെയേ കൊണ്ടുപോയിക്കോളും പുറത്ത്. അതാണ് മുംബൈ സിറ്റി, അത്രയ്ക്കും ക്രൗഡാണ്. അതേപോലെ തന്നെ നമ്മളെ ഈ ഓവർ ബ്രിഡ്ജിലൊന്നും കയറാൻ പറ്റില്ല, റെയിൽവേ സ്റ്റേഷൻ്റെ അത്രയ്ക്കും ക്രൗഡായിരിക്കും. ഞാൻ അവിടെ കയറണമെന്നില്ല, ഞാൻ അവിടെ നിന്ന് കൊടുക്കുകയുള്ളൂ, എന്നെ പൊക്കിക്കൊണ്ട് അവന്മാരൊക്കെ അങ്ങ് കയറി അങ്ങ് പോയിക്കോളും, അതാ അവസ്ഥ. അപ്പോൾ അവിടെ ഞാൻ എത്തും, അവിടെ പുറത്ത് എത്തുമ്പോഴത്തേക്ക് ഇൻസൈഡൊക്കെ ഔട്ട്സൈഡായി, മുടിയൊക്കെ പറഞ്ഞ് കോലായി, ബാഗൊക്കെ നല്ല ഫുള്ള് നശിച്ച് നാറാക്കല്ലായി, ഷൂ ഒക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടാവും, ഫുള്ള് ചവിട്ടി കൊരട്ടി ഷൂവിൻ്റെ എല്ലാം ഒരു ഏകദേശം പരിപ്പ് ഇളകിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ പോയി ഓരോ കമ്പനിയായിട്ട് റെസ്യൂം കൊടുക്കും. ഇത് തന്നെ എവിടെ പോയി കഴിഞ്ഞാൽ ഫ്രഷർ എടുക്കൂല, ആരും എടുക്കൂല. ആ ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു വേക്കൻസി എനിക്കൊന്ന് തന്നാലല്ലേ എനിക്ക് ആ ഫ്രഷർ എന്നുള്ള പേര് മാറ്റിയിട്ട് ഒരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് ഇതാക്കാൻ പറ്റുള്ളൂ. അത് തരാനും അവർ തയ്യാറല്ല. കുറേ ആൾക്കാർ ഇൻഡയറക്ട്ലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു എത്രയാണ്? അപ്പോൾ പറയും 4 ലക്ഷം 5 ലക്ഷം, അതായത് 2015 തന്നെ ഈ ഒരു എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയ എമൗണ്ടായി മാറി. കാരണം ഇങ്ങനെയുള്ള കുറേ കമ്പനീൻ്റെ ഓണറല്ല ചോദിക്കുന്നത്, കമ്പനി ഒരു മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഓണർ, ആ മാനേജ്മെന്റാണ് ഈ എല്ലാ കളിയും കളിക്കുന്നത്. എന്നിട്ട് ഞാൻ മടുത്തു. എന്നിട്ട് ഒരു ദിവസം ഞാൻ എന്താക്കി, ശരി ഒരു കമ്പനിയിൽ അങ്ങനെ റെസ്യൂമൊക്കെ കൊടുത്തു. ആ കമ്പനിയുടെ പുറത്ത് ഞാൻ വടാപ്പാവ് കഴിക്കാന്ന് പറഞ്ഞിട്ട്, വടാപ്പാവും പാനിപ്പൂരിയൊക്കെ ഉണ്ടെന്ന് വെച്ച് ഞാൻ അവിടെ പോയി. ആ വടാപ്പാവിന് 10 റുപ്യേ ഉള്ളൂ, അതിനെ കൊണ്ട് എനിക്ക് വയറ് നിറയും, അത്രേ വേണ്ടു. 2 ബന്ന് വാങ്ങിക്കും, ഒരു ഉരുളക്കിഴങ്ങിന്റെ ബോണ്ടി ഉണ്ടാവും അതിൻ്റെ അകത്ത്, കുറച്ച് മിർച്ചി പൗഡർ, മുളക് പൊടിയെല്ലാം ഇട്ടിട്ടുള്ള സാധനമാണ്. ആദ്യമൊക്കെ വയറ് എരിയും, പിന്നെ അത് ശീലമായിക്കോളും. പിന്നെ അത് കഴിക്കുമ്പോൾ അവരൊരു പേപ്പറിൻ്റെ അകത്ത്, ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് പോലെ ഇട്ടിട്ടാ തരുക. അപ്പൊ ഇങ്ങനെ ഇട്ടപ്പോൾ കൊണ്ട് ഒരു പേപ്പർ എടുത്ത് തിന്നപ്പോൾ ഞാനിങ്ങനെ തിന്നുകൊണ്ട് വെക്കുമ്പോൾ ആ പേപ്പർ എന്താണെന്ന് വെച്ച് നോക്കുമ്പോണ്ട് ആ കമ്പനിയിൽ ഇതുപോലെ കൊടുത്ത കുറേ കുട്ടികളെ റെസ്യൂം പേപ്പർ സ്ക്രാപ്പായിട്ട് അവർ ഈ വടാപ്പാവ് വെക്കുന്നതും പാനിപ്പൂരി വെക്കുന്നവർക്കും കൊടുക്കും. അവരിത് മുറിച്ച് പകുതി കഷ്ണാക്കി അതിൻ്റെ അകത്ത് വടാപ്പാവം കുത്തിക്കയറ്റി നമുക്ക് തരികയാണ്. അതിനകത്ത് ഉള്ള മൊത്തം ഡീറ്റെയിൽസും ബയോഡാറ്റയും കാര്യവും നമ്പറും എല്ലാം ഉണ്ട്. ഇതുപോലെ, അതായത് OS, വൈപ്പർ, പിന്നെ GS, TME, BSc നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞ കുട്ടികൾ, കാഡറ്റായിട്ട് കയറേണ്ടവർക്ക്, അങ്ങനെയുള്ള എല്ലാ ട്രെയിനീസിനും, അതേപോലെ തന്നെ ഒരു സെയിൽ അടിച്ച കുട്ടികളതും ഒക്കെ ആയിട്ട് റെസ്യൂം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന. ഇതെല്ലാം പുറത്ത് കൊടുക്കാണ്ട് ഈ പീഡിയക്കാർക്ക് കൊടുക്കും, ഈ അതുപോലെ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ശരിക്കും എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടീൻ്റെ ജീവചരിത്രം തന്നെ അതിൻ്റെ അകത്തുണ്ട്. അത് ആരെങ്കിലും വേണ്ടാത്തവരെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ അത് എന്തെല്ലാം യൂസ് ചെയ്യും, അത് മുംബൈ പോലെയുള്ള സിറ്റിയിൽ. അപ്പം ഞാൻ കരുതി എൻ്റെ ബയോഡാറ്റയും ഇതുപോലെ എൻ്റെ റെസ്യൂമും വേറെ ആരെങ്കിലും പാനിപ്പൂരിയോ അല്ലെങ്കിൽ വടാപ്പാലോ വെച്ച് കഴിക്കുന്നുണ്ടാവുന്നു. ഞാൻ വിചാരിച്ചു എന്തൊരു അവസ്ഥയാണല്ലേ. ഇങ്ങനൊന്നും കിട്ടാൻ സാധ്യതയില്ല, ഏജന്റ് ത്രൂ മാത്രമേ പോയാലേ വഴിയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്താക്കി, ശരി എന്നാലും ഞാൻ വിട്ടിട്ടില്ല, എന്നാലും കുറേ ഞാൻ ട്രൈ ചെയ്ത്. എന്നിട്ട് ഞാൻ പിന്നെ ഈ ഏജന്റ് ഒക്കെ പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കപ്പലിൽ കയറി കിട്ടണം, കുറേ കാലമായി ഞാൻ കഷ്ടപ്പെടുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ തിരിച്ചതാ, ഞാൻ പോയിക്കോളൂ. അന്നേരം പറഞ്ഞു, അയ്യോ പൈസ തിരിച്ചു തരാൻ കഴിയില്ല, പൈസ ക്യാപ്റ്റന് കൊടുത്തു കഴിഞ്ഞാൽ അവർ തരൂല, പക്ഷെ നിനക്ക് നല്ല വേക്കൻസി ആക്കി തരും. ഗ്രേറ്റ് ഈസ്റ്റേൺ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി, വെറുതെ പറയുന്നതാണ്, ഗ്രേറ്റ് ഈസ്റ്റേൺ ഇല്ല. അപ്പോൾ ഗ്രേറ്റ് ഈസ്റ്റേൺ എന്നെ കയറ്റാൻ നോക്കിയത് റൈഡിങ് സ്ക്വാഡ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, അതായത് ഷിപ്പിന്റെ ക്രൂ അല്ലാതെ പുറമേ നിന്നും പണിയെടുക്കുന്ന ഒരു വ്യക്തി, അത് അപ്രന്റീസ് ആയിട്ടാണ് ആദ്യം പോവുക. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു 5000 10,000 കിട്ടും.
അത് സ്റ്റാമ്പിലൊന്നും ഒരു കാര്യവുമില്ല. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ 15 ദിവസം 20 ദിവസം മാക്സിമം ഒരു 2 മാസം ആ കപ്പലിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് തുടക്കലും വൃത്തിയാക്കലും പെയിന്റ് അടിക്കലും പിന്നെ ടാങ്ക് വൃത്തിയാക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിന് റൈഡിങ് സ്ക്വാഡായിട്ട് പോകണം, ഞാൻ ഈ പൈസ കൊടുത്തിട്ട് പോകുന്നതല്ലേ. ഒരു സ്റ്റാമ്പ് അടിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഏത് കോൺട്രാക്ട് കിട്ടണം, ഏത് കമ്പനി കിട്ടണം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല കമ്പനി തന്നെ അടിക്കണം, വേറെ ഒരു വഴിയുമില്ല, എന്തായാലും കയറിയേ പറ്റും. എന്നിട്ട് ഇവനോട് ഞാൻ പറഞ്ഞപ്പോൾ അവസാന ഘട്ടത്തിൽ ഇവൻ എന്താ പറഞ്ഞറിയാ, ആ പഴയ അതേ ട്രിക്ക് തന്നെ, മലേഷ്യയിൽ ഒരു സപ്ലൈ ബോട്ട് ഉണ്ട്, നിനക്ക് പോകാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല. അല്ല പറ്റുമെങ്കിൽ പറയാം, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന അർജന്റ് വേക്കൻസി ആണ്, ആളെ വേണം. അപ്പൊ പോകുന്നുണ്ടെങ്കിൽ പോട്, ഞാൻ TME ആയിട്ട് നിനക്ക് ഞാൻ സ്റ്റാമ്പ് തരാം, എന്നിട്ട് നീ വേറെ കപ്പലിൽ ഞാൻ കയറ്റി തരാന്നൊക്കെ. ഞാൻ പറഞ്ഞു പറ്റൂല. അന്നേരം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലാന്നെങ്കിൽ ദുബായിൽ കുറെ ടഗ് ബോട്ട് ഉണ്ട്, അതിൽ പോകുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് കിട്ടണമെങ്കിൽ ഒരു ബൾക്ക് കാരിയർ, മിനിമം വലിയൊരു ടാങ്കർ ഷിപ്പോ ഇല്ല ബൾക്ക് കാരിയറോ ഏതെങ്കിലും ഒരു നല്ല ഷിപ്പ് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കപ്പൽ, ഒരു സപ്ലൈ ബോട്ടും ടഗ് ബോട്ടിലും ഞാൻ പോകുന്ന ഒരു ഇതും വേണ്ട, ഞാൻ പോകൂല. അന്നേരം പറഞ്ഞു അങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാണ്, നിന്റെ പൈസ പോവേ? ഞാൻ പറഞ്ഞു എന്റെ പൈസ പോയെങ്കിൽ എന്റെ പൈസ എനിക്ക് തിരിച്ച് വാങ്ങിക്കാൻ അറിയാട്ടാ. കാരണം എനിക്ക് ആ ഒരു വാക്ക് നിന്നിട്ടാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അല്ല ഗ്രേറ്റ് ഈസ്റ്റേണിൽ ഇപ്പൊ വേക്കൻസി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഗ്രേറ്റ് ഈസ്റ്റേണിൽ മുമ്പേ വേക്കൻസി ഇല്ല, നിങ്ങൾ ഉടായിപ്പാന്ന് ശരിക്കും. നീ അങ്ങനെ പറയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ പോയി. ആള് ദേഷ്യം പിടിച്ചിട്ട് പോയിട്ട് വൈകുന്നേരം ഏതോ ഒരു കുട്ടീനെ പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസേനെ കൊണ്ട് കള്ളും കുടിച്ച് മോന്തിയിട്ട് ഈ 4 ഏജന്റും കൂടി വന്നു റൂമിൽ വന്നിട്ട് എന്റെ മേക്കിട്ട് കയറാൻ തുടങ്ങി. അവസാനം എനിക്കങ്ങ് പ്രാന്തായി. ഞാൻ എന്താക്കി, ഞാൻ പറഞ്ഞു നിങ്ങൾ ഫുള്ള് തരികിട പരിപാടികളും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഞാനിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. നീ പോടാ, നീ മുംബൈ പോയിട്ട് നീ ഏത് പോലീസിലാണ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ, നീ നോക്കടാ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അതിലൊരു ലോക്കൽ മറാഠിക്കാരനുണ്ടല്ലോ, അപ്പൊ അവൻ ഡയലോഗ് അടിച്ച്, നീ നോക്ക്, നീ എവിടെ പോവാൻ നമുക്ക് നോക്കാം, ഇത് നമ്മളെ മുംബൈ ആണ്, നീ ഇത് എടുത്തും പോകാൻ പറ്റൂലെന്ന്. എനിക്കാകെ ടെൻഷനുമായി, വീട്ടിലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടിൽ കാരണം പറഞ്ഞ വീട്ടിലേക്ക് വാന്ന്, പക്ഷെ വീട്ടിലും പോകാണ്ട് ഞാൻ മുംബൈയിൽ ഇങ്ങനെ കറയും കളിക്കാന്ന് ഞാൻ ശരിക്കും അവർ വീട്ടിൽ ഇൻഫോം കൊടുത്തിട്ടേ ഇല്ല കാര്യങ്ങൾ. എന്നിട്ട് എന്താക്കി, ഈ ഫ്രണ്ട്സിനൊക്കെ നല്ല ഫ്രണ്ടാക്കി മാറ്റി, റൂമിലുള്ള എല്ലാവരും നല്ല ഫ്രണ്ടായി മാറ്റി, അവരെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം പറഞ്ഞ് ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അവസാന ഘട്ടം കുറേ പേര്, അതിൽ 9 മാസത്തോളം ആ റൂമിലിരിക്കുന്നവരുണ്ട്. മെലിഞ്ഞ് എല്ലാം ഒരുമാതിരി ശോഷിച്ച് വരേണ്ട അവസ്ഥയാ. അങ്ങനെ ഇരിക്കെ ഞാൻ എന്താക്കി, ഇവരുടെയൊക്കെ എല്ലാം സംസാരിച്ച് രാത്രി നമ്മൾ പുറത്തൊക്കെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കുന്ന കേൾക്കുന്നിട്ട് പുറത്ത് പോയിട്ട് ഒരു വീടൊക്കെ ഓനാക്കി ഇരുന്നിട്ട് നമ്മൾ വർത്താനം പറയും, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഈ ക്യാപ്റ്റന്റെ റൂമിൽ പോന്നു, ഓഫീസിൽ പോന്നു. എന്നിട്ട് നമ്മൾ പൈസ തിരിച്ചു വാങ്ങിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലുള്ള കാര്യം എന്താണെന്നുള്ളത് ഉറപ്പിച്ചിട്ടേ നമ്മൾ ഇതാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പ്ലാൻ ഇട്ടിട്ട് ഈ ഏജന്റുകൾ രാവിലെ എണീച്ച് പോകുന്നവരെ നമ്മൾ കാത്തുനിന്ന്. ഒരു കള്ളനാറി അതാണെങ്കിൽ പോകുന്നേയില്ല, അവനാണ് കടന്നുറങ്ങാണ് 10 മണി വരെ. എന്നിട്ട് അവൻ എങ്ങനെയല്ലോ 10 മണി വരെ 10 മണിക്ക് എണീറ്റ് പല്ലും തേച്ച് അവന്റെ പാട്ടിന് പോയി. 11 മണിയാകുമ്പോൾ നമ്മളൊക്കെ ഇറങ്ങി നേരെ പോയി ഇവന്റെ ഓഫീസിൽ. ഈ ക്യാപ്റ്റന്റെ പേര് ക്യാപ്റ്റൻ ശുക്ല എന്നാണ് ആ കള്ളനാറിന്റെ പേര്. എന്നിട്ട് അവിടെ പോയപ്പോൾ നമ്മൾ ഇത്രയും പേര് 10-15 പേര് ഒരുമിച്ച് പോയപ്പോൾ അവനാകെ ഞെട്ടിപ്പോയി. അപ്പോൾ പുറത്തുനിന്ന് മറ്റേ സെക്യൂരിറ്റി, അയ്യോ അകത്ത് കയറാൻ പറ്റില്ല, ക്യാപ്റ്റന് ബിസിയാണ്. ഞാൻ പറഞ്ഞു പോടാ അടുത്ത് പറഞ്ഞിട്ട് അവരെ തള്ളിയിട്ടിട്ട് നേരെ അകത്ത് ക്യാപ്റ്റന്റെ റൂമും തുറന്നിട്ട് നേരെ അകത്ത് പോയി. ഇയാൾ ഇങ്ങനെ നോക്കിക്കേ, എന്താ സംഭവം പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും സംസാരിച്ചു, ഒന്നിക്ക് ഞങ്ങളെ പൈസ തിരിച്ചു വരണം, ഇല്ലാതെ കുറേ പേര് സെയിൽ അടിച്ചവരൊക്കെ ഉണ്ട്, സപ്ലൈ വെസലല്ലോ. ഒരുത്തൻ പറയുന്നത് എന്റെ പൈസ എനിക്ക് വേണം, എനിക്ക് സാലറി കിട്ടിയില്ല, എന്റെ 9 മാസം സാലറി വേണം. ഒരുത്തൻ പറഞ്ഞു എനിക്ക് സ്റ്റാമ്പ് മാറ്റിത്താ, ഒരുത്തൻ പറഞ്ഞു എന്റെ ഷിപ്പ് കയറ്റിത്താ, ഒരുത്തൻ പറഞ്ഞു എന്റെ പൈസ തിരിച്ചതാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞു എന്റെ പൈസ തിരിച്ചതാ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കപ്പൽ എനിക്ക് കയറ്റിത്താന്നെല്ലാം പറഞ്ഞു ഫുൾ ഇതായി. ഞാൻ അന്നേരം പറഞ്ഞു നിനക്ക് കഴിയുന്നത് 2 ദിവസം ടൈം തരും, ആ ദിവസത്തിനുള്ളിൽ സെറ്റിൽമെന്റ് ചെയ്തിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് FIR കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ ആദ്യമൊക്കെ ക്യാപ്റ്റനുള്ള റെസ്പെക്റ്റ് ആയിരുന്നു, പിന്നെ ഒന്നും റെസ്പെക്റ്റ് ഒന്നുമില്ല. പിന്നെ നീയായി പോടാ വാടാന്നായി. പിന്നെ പറഞ്ഞു നിനക്കെല്ലാം എന്താടാ ഒരു ഇതുള്ളത്, നീ നമ്മളെ പോലെ പറ്റിച്ചിട്ട് നടക്കുന്നവനല്ലേ എന്നെല്ലാം പറഞ്ഞ് കുറേ ഇതായി. അവൻ രാജസ്ഥാനുകാരനാ. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യുക, നിന്റെ ഏജന്റ് ഏതാ? ഞാൻ പറഞ്ഞു എന്റെ ഏജന്റ് ഇതാണ്. അപ്പൊ അവന്റെ ഏജന്റ് ഇതാണ്. അപ്പൊ ഇവരെ 4 വിളിച്ചു നാളെ നമ്മൾ വന്നിട്ട് ഞെട്ടിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇടുവന്നിനി, നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് അറിയില്ല, അങ്ങനെ എന്നെല്ലാം. അപ്പോൾ ഈ ക്യാപ്റ്റനാണ് മെയിൻ ആയിട്ട് ഒരു രാജാവ്. അവരെ താടിപൊളി മന്ത്രിമാരെ ഈ 4 ആൾക്കാർ. ഇയാൾ എന്താക്കുന്ന പറഞ്ഞാൽ ഓരോ വേക്കൻസി വന്നു കഴിഞ്ഞാൽ
അവർ ഈ 4 പേരോടൊക്കെ പറഞ്ഞ് ഈ 4 പേര് ആരെയാണോ കൊണ്ടുതരുന്നത് പെട്ടെന്ന് അന്നേരം അവരെ പൈസ കളക്ട് ചെയ്ത് ഇവന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മീഷൻ ഇവർ കിട്ടും. ഒരു 1.5 ലക്ഷം റുപ്യ കൊണ്ട് വരുന്ന ഒരുത്തിനെ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവർക്ക് 30,000 റുപ്യ ഇവന്റെ കൈമിൽ കൊടുക്കും ഏജന്റിന്. അങ്ങനെയുള്ള പരിപാടിയാണ് ഇത്. അപ്പോൾ ഓരോരുത്തരെ കയറ്റും, ഓരോരുത്തരെ ഷിപ്പിൽ കയറ്റില്ല, ഓരോരുത്തരെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്ക്രാപ്പ് ഷിപ്പിലും സപ്ലൈ ബോട്ടിലും കയറ്റി വിടുന്ന പരിപാടി. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പോയത്. നമ്മൾ പറഞ്ഞു പൈസ തിരിച്ചതാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു 2 ദിവസം കൂടെ പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞു. ഓക്കെ എന്നാണ് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പോയി. നമ്മൾ പറഞ്ഞു ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, നാളെ തന്നെ പോയിട്ട് നമ്മൾ പിന്നെയും ചോദിച്ചിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് FIR കംപ്ലൈന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ ഇനി വെയിറ്റിംഗ് ഫോർ 3rd പാർട്ട്. ബൈ.